ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ RRB ജെയുമായി ബന്ധപ്പെട്ട് നൽകാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിരന്തരം കമൻറ്റുകൾ വരാറുണ്ട്, ഒപ്പം തന്നെ നമ്മളെ ഫോണിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഏതൊക്കെ തസ്തികകളിൽ അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വലിയ ക്ലാരിറ്റി അതിലില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി തരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ജനറൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് BTech ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഡിപ്ലോമ ഉള്ളവരും ഒക്കെ. അവർ പലരും ഈ ഒരു ടെക്നിക്കൽ കോമ്പറ്റീവ് എക്സാമിനേഷനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നൊരു വലിയൊരു അപകടമുണ്ട്. കാരണം ഇന്ന് കയറിയിരിക്കുന്ന പല എഞ്ചിനീയേഴ്സും ഈ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരല്ലായിരുന്നു. അവരൊക്കെ ജനറൽ എക്സാം എഴുതിയിരുന്നവരാണ്. അതായത് RRBയുടെ NDPS പോലെ തന്നെയുള്ള സിലബസ് ആണ് CBT 1-ലുള്ളത്. അതിനുശേഷമുള്ള 100 മാർക്ക് മാത്രമാണ് ഇവിടെ വരുന്നത് നിങ്ങളുടെ ഈ ഒരു ടെക്നിക്കൽ കോമ്പറ്റീഷൻ മാർക്കിലേക്ക് മാറുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിന് തയ്യാറെടുക്കുക. പിന്നീട് നിങ്ങൾക്കുള്ളൊരു മിഥ്യാധാരണയുണ്ട്, ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും രണ്ട് തരത്തിലാണ് എന്ന്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ പരീക്ഷയുടെയും കരിക്കുലം ഒക്കെ തയ്യാറാവുന്നത്, പ്രത്യേകിച്ചും ടെക്നിക്കൽ എക്സാമിനേഷന്റെ കരിക്കുലം ഒക്കെ തയ്യാറാവുന്നത് ഏറെക്കുറെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ പരീക്ഷകൾക്കും എന്ത് ചെയ്യുക, തയ്യാറെടുക്കാൻ ശ്രമിക്കുക. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ആയിക്കോട്ടെ, RRBയുടെ ആയിക്കോട്ടെ, സ്റ്റേറ്റ് PSCയുടെ ഒക്കെ ആയിക്കോട്ടെ, ഏതിന്റെ ആണെങ്കിലും എന്ത് ചെയ്യുക, തയ്യാറെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇതിനൊക്കെ കോമ്പറ്റീഷൻ ലെവൽ എപ്പോഴും കുറച്ച് കുറവായിരിക്കും. അത് നിങ്ങളുടെ കിട്ടാനുള്ള ചാൻസ് കൂട്ടും. മാത്രമല്ല, ഓരോ തവണ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഒരു സ്കില്ല് കൂട്ടുകയുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങളെ തളർത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയ്ക്കും വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുവാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തണമെന്ന് ആദ്യം തന്നെ ഞാനത് അഡ്വൈസ് ചെയ്തോട്ടെ. ഇനി നമുക്ക് കോർ വീഡിയോയിലേക്ക് പോകാം. RRB ജെയിൽ കമ്പ്യൂട്ടർ സയൻസ് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഏതിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. കാരണം 2018 ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു പ്രത്യേക ഒരു സ്ട്രീം തന്നെ അവർ നോട്ടിഫൈ ചെയ്ത് നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയിൽ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഈ ഒരു യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. നേരത്തെ ഇതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് PGDC ഉണ്ടെങ്കിലോ ഇനി MCO BCO ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അത് പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ BTech അല്ലെങ്കിൽ BE അതും അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ 3 ഇയർ ഡിപ്ലോമ എഗെയിൻ ഞാൻ പറയുന്നു, 3 വർഷ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 2 വർഷമോ അതിൽ താഴെയുള്ള ഡിപ്ലോമകളൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതുള്ള കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും IT-കാർക്കും അപ്ലൈ ചെയ്യാം. അത് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ സെക്ഷനിലാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഡിഫറൻസ് തന്നെ നോക്കാം. അതായത് 2024 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ ആൻഡ് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കുള്ള വേക്കൻസി വരുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ അത് കാണുന്നുണ്ട്. പാര 3 എന്ന് പറയുന്ന സെക്ഷനിലാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് എബോവ് ഡിസിപ്ലിൻസ് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഏറ്റവും ആദ്യം പറയുന്നുണ്ട്. താഴെയായിട്ട് ഈ പറയുന്ന ഓരോരോ കാറ്റഗറികൾ പറഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണ്. ഇത് 2024 നോട്ടിഫിക്കേഷൻ ആണ്. കണ്ടല്ലോ, 2024 നോട്ടിഫിക്കേഷൻ ആണ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതായത് 2018 ഈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു വന്നിരുന്നത്. അതായത് അന്ന് ഒരു ഗ്രൂപ്പ് കൂടി വന്നിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിനുശേഷം അതിലിങ്ങനെ യോഗ്യതകൾ പറഞ്ഞിരുന്നു, BTech കമ്പ്യൂട്ടർ സയൻസ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി, PGDCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന പല കോഴ്സുകളും അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ ഈ ഒരു സെക്ഷൻ ഇല്ലാതാവുകയും മറിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഈ വിഭാഗത്തെ, അതായത് ഞാൻ ഈ പറഞ്ഞ ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് BTech BE ഈ ഡിഗ്രി ഉള്ളവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ പറയുന്ന അലൈഡ് സെക്ഷനിൽ. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു പോയതാരാണ്? BSc കമ്പ്യൂട്ടർ സയൻസുകാരും പുറത്തുപോയി, ഒപ്പം തന്നെ BCDCക്കാർ പോയി. അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് പുറത്തു പോവുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏതൊക്കെ പോസ്റ്റുകളും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുമാണ് ഇതിലുള്ളത്, ഒന്നുകിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെ സബ് പോസ്റ്റുകളിലാണ് ഇതുള്ളത് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കേണ്ടി വരും. ഈ S&Dയിൽ തന്നെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ
ഏതാണ്ട് ഈ വേക്കൻസി വരുന്നുണ്ട്. S&Tയിൽ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വരുന്നുണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, R&Dയിൽ വരുന്നുണ്ട്, സിഗ്നലിൽ വരുന്നുണ്ട്, വർക്ക് ഷോപ്പ് സെക്ഷനിൽ വരുന്നുണ്ട്, സ്റ്റോർസ് ആൻഡ് ഡിപ്പോർട്ട്, ഈ ഇത്രയും സെക്ഷനുകളിൽ എന്ത് വരുന്നുണ്ട്, ഡിഫറെന്റ് പോസ്റ്റുകളിലായിട്ട് ഈ ഒരു തസ്തിക വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ യോഗ്യത ശരിക്കും ഡിപ്ലോമയാണ്, ബാക്കിയെല്ലാം ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ പോസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് മതി, ഡിപ്ലോമ മതി. ഇനി അതിൽ കൂടുതലുള്ള യോഗ്യത ഉണ്ടെങ്കിൽ പറ്റും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 ഇയർ ഡിപ്ലോമ, അതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യോഗ്യത. അതിന് മുകളിലോട്ടുള്ളതാണ് ബാക്കി എല്ലാം എന്ന് വരുന്നത് ഈ പറയുന്ന ഈ ഒരു യോഗ്യത. ഇതിനകത്ത് 32 ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതിന് എന്ത് വേണ്ട, ഏത് ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അതാണ് IT-യുടെ ഒരു റെലവന്റ് യോഗ്യത ഒന്നും വേണ്ട. ബാക്കി രണ്ടിനും എന്താണ്, ബാക്കി രണ്ടിനും ഈ പറയുന്ന IT-യുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വേണ്ടത്. ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈവൻ സിവിലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കലുകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ പൂളാണ് ഈ കാണുന്ന ഈ ഒരു വേക്കൻസി. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സെക്ഷനുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തത് നമ്മൾ ഓർത്തിരിക്കേണ്ട സിലബസ് ആണ്. ഈ സിലബസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോണിക്സ് ആണ് ഇതിന്റെ സ്ട്രീമെങ്കിലും കണ്ടന്റുകളൊന്നും ഇലക്ട്രോണിക്സ് മാത്രമല്ല, ഇലക്ട്രോണിക്സ് പ്ലസ് എന്താണ് IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ലിങ്ക് ചെയ്യിച്ചാണ് ഈ ടോപ്പിക്ക് വരുന്നത്. കാരണം ഈ രണ്ട് മേഖലകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഈ ഒറ്റ കണ്ടന്റിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ, ഒറ്റ സ്ട്രീമിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ സിലബസ് രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്, ഏതാണ്ട് 50-50% വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം. നമുക്ക് ഓരോന്നായിട്ട് അത് നോക്കാം. അതിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ഇതാണ് ആദ്യത്തെ സെക്ഷൻ. രണ്ടാമത്തത് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ്, മൂന്നാമത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ദെൻ അടുത്തത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, അഞ്ചാമത്തത് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ ട്രോളർ, ദെൻ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പോകുന്നു. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് 10 മേഖലകളിലായിട്ടാണ് പോകുന്നത്. ഇതിലേതാണ്ട് 5 മേഖലകളും കമ്പ്യൂട്ടർ സയൻസ് മേഖലയ്ക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി 5 മേഖലകൾ ഇലക്ട്രോണിക് മേഖലയിൽ നിന്ന് വരുന്നതാണ്. അതായത് സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇതിനെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതായത് ബയാസ്ഡ് അല്ല, വളരെ ക്ലിയർ ആയിട്ട് ഇരു കൂട്ടർക്കും പഠിച്ചേ പറ്റൂ. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, 100 മാർക്സ് ആണ് ഇതിന്റെ ക്രൈറ്റീരിയ. ബാക്കി 50 മാർക്സ് അപ്പോഴും കോമൺ പൂളിലേക്ക് കിടക്കുകയാണ് CBT 2-ൽ എന്ന് ഓർത്തിരിക്കണം. അപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. നിങ്ങളുടെ വെയിറ്റേജ് ഏതാണ്ട് ഈക്വൽ തന്നെയാണ്, തുല്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല, ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഇനിയും RRB വൈസ് വേക്കൻസി കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഇതിൻ്റെയൊക്കെ വേക്കൻസി എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് കൂടുതലുള്ളത് എന്ന്. ആദ്യം തന്നെ താഴെയാണ് തിരുവനന്തപുരം ഇട്ടിരിക്കുന്നത്, എങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഈ തിരുവനന്തപുരം മേഖലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വേക്കൻസികളും നിലവിലില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ഇനി RRB അപ്ലൈ ചെയ്യുമ്പോൾ തിരുവനന്തപുരം അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഇതിനുശേഷം പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത്, നമ്മൾ മലയാളികളായതുകൊണ്ട് കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ചെന്നൈ സൗത്ത് സോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ചെന്നൈയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചെന്നൈയിൽ ടോട്ടൽ 56 വേക്കൻസികളുണ്ട്. ഡിഫറെന്റ് സെക്ഷനുകളിലായിട്ട് 56 വേക്കൻസികളുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് കാണാം. ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ബേസുകളായിട്ട് നമുക്കറിയാം. നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളൊന്നും പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ടോട്ടൽ വേക്കൻസിയെ പറ്റി നോക്കുന്നിടത്തേ കാര്യമുള്ളൂ. ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ അഹമ്മദാബാദിൽ 45 വേക്കൻസികളാണുള്ളത്. ദെൻ അജ്മീറിൽ 46 വേക്കൻസികളാണുള്ളത്. ദെൻ ബാംഗ്ലൂരുവിൽ പിന്നീടുള്ള 26 വേക്കൻസികളാണ്. ഭോപ്പാലിൽ പിന്നുള്ളത് 29 വേക്കൻസിയാണ്. ഭുവനേശ്വറിൽ 20 വേക്കൻസിയാണ്. ബിലാസ്പൂരിൽ 42 വേക്കൻസിയാണ്. ചണ്ഡീഗഡിൽ 40 വേക്കൻസിയാണ്. ചെന്നൈയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 56 ഉണ്ട്. ദെൻ ഗോരഖ്പൂരിൽ 27 വേക്കൻസിയാണ്. ഊവത്തിയിൽ 55 വേക്കൻസികളാണ്. ജമ്മു ആൻഡ് ശ്രീനഗറിൽ 23 ആണ്. ദെൻ കൊൽക്കട്ടയിലാണ് ഈ ഒരു മേഖലയിൽ 172 വേക്കൻസീസ് ഉള്ളത്, അതായത് 3 ഡിജിറ്റ് നമ്പർ വേക്കൻസി ഉള്ളത്. ദെൻ മാൾഡയിൽ 3 വേക്കൻസികളേ ഉള്ളൂ. ഇനിയും മുംബൈ എന്ന് പറയുന്ന മേഖലയിൽ 224 വേക്കൻസി ഉണ്ട്. അതായത് 3 സോണിലേക്ക് അവർ റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ വേക്കൻസി കൂടുതലാണ്. 224 വേക്കൻസികൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നീടുള്ളത് പാറ്റ്നയാണ്, 5 ആണ്. ദെൻ അടുത്തത് പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജിൽ 66 എണ്ണം വരുന്നുണ്ട്. ദെൻ റാഞ്ചിയിൽ 26, ദെൻ സെക്കൻഡറാബാദിൽ 62,
സിലിഗുരി സെക്ഷനിൽ 6 എന്നിങ്ങനെയാണ് ഇവിടുത്തെ വേക്കൻസികളുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രിഫറൻസ്, ഏതാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് IT മേഖലയിൽ നിന്നുള്ളവർക്കും ഒപ്പം തന്നെ ആർക്കാണ് IT മേഖലക്കാർക്കും അപ്ലൈ ചെയ്യാം. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അലൈഡ് സെക്ടർ എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന പോസ്റ്റുകൾ, ഈ പറയുന്ന സോണുകളിലൊക്കെ ഈ പറയുന്ന RRBകളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ജൂനിയർ എഞ്ചിനീയർ S&D, ജൂനിയർ എഞ്ചിനീയർ S&D ടെലികമ്മ്യൂണിക്കേഷൻ, ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, ദെൻ ഇൻസ്ട്രക്ഷൻ, ജൂനിയർ എഞ്ചിനീയർ റിസർച്ച് ഇൻസ്ട്രക്ഷൻ, ജൂനിയർ എഞ്ചിനീയർ S&Dയിൽ തന്നെ സിഗ്നലിങ്, ജൂനിയർ എഞ്ചിനീയർ S&Dയിൽ തന്നെ വർക്ക്ഷോപ്പ് സെക്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ 32-ൽ ഡിപ്പോ മെറ്റീരിയൽ മാനേജർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒന്നുകൂടി ആ കോളം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാം. അതിലെ കോളം നമ്പർ 26, 27, 28, 29, 30, 31, 32 ഇത്രയും തസ്തികകൾ നിങ്ങൾ S&Dക്കാർക്ക് ഇത്രയും മേഖല കമ്പ്യൂട്ടർ സയൻസുകാർക്കും IT-കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. അപ്പം ഇത് നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും സമയമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഇത് അപ്ലൈ ചെയ്താൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെ അപ്ലൈ ചെയ്യണം, നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് എടുക്കേണ്ടത്, എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ്സ് എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോകളുണ്ട്. ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞങ്ങൾ താഴെ പിൻ ചെയ്യുന്നുണ്ട്, അവയൊക്കെ കയറി കാണുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ്റെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് നമ്മൾ താഴെ കണക്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇനി അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് സംശയം തീരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. എപ്പോഴാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അപ്പം ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്, അത് ഞങ്ങൾ തീർത്തു തരുന്നതുമായിരിക്കും. അപ്പം മറക്കണ്ട, താഴെയുള്ള ലിങ്കുകൾ നോക്കി ഇനി അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ടാസ്ക്. സമയം വളരെ പെട്ടെന്ന് കടന്നു പോകും. നാളെ എന്നും പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കുക, ഇന്ന് തന്നെ ചെയ്യുക. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരാണെങ്കിൽ അതിനുവേണ്ടി വളരെ വേഗം നോക്കുക. ഇനിയും എക്കണോമിക് വീക്കർ സെക്ഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിന്റെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ അത് വെറുതെ സമയം കളയലാവും. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, RRBJക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയുടെ RRBJ കോഴ്സ് വളരെ കൃത്യമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ സക്സസീവായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സീറ്റുകളൊക്കെ ലിമിറ്റഡ് ആണ്, വളരെയധികം എൻറോൾമെന്റുകൾ കഴിഞ്ഞിരിക്കുന്നു. കടന്നു വരിക, എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സുകൾ മെക്കാനിക്കൽ സെക്ഷനിലും ഇലക്ട്രിക്കൽ സെക്ഷനിലും ഇലക്ട്രോണിക്സ് സെക്ഷനിലും കമ്പ്യൂട്ടർ സയൻസ് സെക്ഷനിലും സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലും നമ്മൾ കോഴ്സുകൾ നൽകുന്നുണ്ട്. ഇനി നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളുണ്ട്. ദെൻ മോക്ക് മൊഡ്യൂൾ ടെസ്റ്റുകളുണ്ട്, അതായത് മോക്ക് ടെസ്റ്റുകളുണ്ട്, വീക്കിലി ടെസ്റ്റുകളുണ്ട്. ഇനി ടെസ്റ്റുകളുടെ ഒരു മൊഡ്യൂൾ തന്നെയുണ്ട്, അതായത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മാർഗം തന്നെ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എത്രത്തോളം ടെസ്റ്റുകൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ആക്യുറസി കൂടും എന്നുള്ളതാണ് നിങ്ങളുടെ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നത്. ഇനിയും ഈ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇന്റൻസീവ് ട്രെയിനിങ് ലഭിക്കുന്നത് എന്നുവരെയാണ്, എക്സാം എന്നാണോ RRB കണ്ടക്ട് ചെയ്യുന്നത് അതുവരെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഫെസിലിറ്റീസ് ലഭിക്കുന്നത് എന്ന് ഓർക്കുക. അതായത് 2 മാസമോ 6 മാസമോ 1 വർഷമോ ഒന്നും ഞങ്ങൾ ടൈം ബൗണ്ട് വെക്കുന്നില്ല. എന്നാണോ RRB ഈ പരീക്ഷ നടത്തുന്നത് അതുവരെ ഞങ്ങൾ ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും മെന്റർഷിപ്പ് ചെയ്യുന്നതിനും റാങ്ക് ജേതാക്കൾ തന്നെ, അതായത് ഇത്തരം എക്സാമുകൾ ക്ലിയർ ചെയ്ത് ധാരാളം എക്സാമുകൾ, ഒന്നിലധികം എക്സാമുകൾ ക്ലിയർ ചെയ്ത് എക്സാം തന്നെ ക്രാക്ക് ചെയ്ത് ഒരു ഹരമാക്കി മാറ്റിയിട്ടുള്ള ധാരാളം മെന്റേഴ്സ് ഉണ്ട്, റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട്. അവരായിരിക്കും നിങ്ങളെ എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്ന് വഴി കാട്ടുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്കൊരു സർക്കാർ ജോലിയാണ് നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിലെ റെയിൽവേയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്കുള്ളൊരു വഴിയാണ്. അപ്പം മടിച്ചു നിൽക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി അറിയുന്നതിനും ഈ ഞങ്ങളുടെ വീഡിയോയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.